വിവാദ ഉത്തരവിറങ്ങിയിരുന്നു. ആരോഗ്യവകുപ്പ് ജീവനക്കാർ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും എഴുതണ്ട, അങ്ങനെ വിമർശനമൊന്നും പറയേണ്ട എന്നുള്ളതായിരുന്നു ആ ഉത്തരവ്. വലിയ പ്രതിഷേധം തീരുമാനത്തിൽ KGMO അടക്കമുള്ള സംഘടനകൾ അതിനെതിരെ പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു. എന്തായാലും അത് ആ ഉത്തരവ് പിൻവലിച്ചു. MG പ്രതീക്ഷാണ് പറയുന്നത്. പ്രതീക്ഷ, അപ്പൊ നമ്മുടെ വാർത്ത, പ്രതീക്ഷിച്ച വാർത്ത കൊള്ളടത്ത് കൊണ്ടു അല്ലേ? തീർച്ചയായും ഹാഷ്മി. കാരണം ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതും ചാനൽ തുടങ്ങുന്നതും ചട്ടവിരുദ്ധമാണ് എന്നതാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇറക്കിയ ഉത്തരവിൽ പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നതിന് വിലക്കേർപ്പെടുത്തിക്കൊണ്ടാണ് ഈ മാസം 13-ാം തീയതി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഒരു സർക്കുലർ ഇറക്കിയത്. ഈ സർക്കുലറിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അത് ഡോക്ടർമാർക്കിടയിലും ഒപ്പം ഡോക്ടർമാരുടെ തന്നെ സംഘടന KGMO അടക്കം അല്പസമയം മുമ്പ് പ്രതിഷേധം അറിയിച്ച ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ ഈ സർക്കുലർ പിൻവലിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മുൻകാല പ്രാബല്യത്തോടു കൂടി സർക്കുലർ റദ്ദ് ചെയ്യുന്നു എന്നതാണ് പുതിയ സർക്കാർ തീരുമാനമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രധാനമായും ഈ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുക, ഒപ്പം ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ ഇടങ്ങളിൽ ചാനലുകൾ തുടങ്ങുകയും ഇതുവഴി വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിയ കാര്യം. മാത്രമല്ല, ഇത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതിനും ഈ ചാനൽ തുടങ്ങുന്നതിനും പല അപേക്ഷകളും നേരത്തെ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ മുൻപാകെ എത്തിയിരുന്നു. ഇത്തരത്തിൽ അപേക്ഷകൾ വരുമ്പോൾ അതിന് മറുപടിയായി ഒരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് ഡയറക്ടർ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു ശക്തമായൊരു തീരുമാനം കൂടി പുറത്തിറക്കിയത്. അത് പൂർണ്ണമായും വിലക്കിക്കൊണ്ടുള്ളൊരു നടപടിയായിരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് വന്നത്. പക്ഷേ ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം വിലക്കുന്ന നടപടി എന്നതാണ് ഒരു വിഭാഗം ഡോക്ടർമാർ അടക്കം ചൂണ്ടിക്കാണിച്ച കാര്യം. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നൊരു അഭിപ്രായം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് ഒരു വിഭാഗം ഡോക്ടർമാരുടെ കൂടി ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സർക്കുലർ സർക്കാർ തന്നെ റദ്ദാക്കിയിരിക്കുന്നത്. ഹാഷ്മി.